കഴിഞ്ഞ അർജന്റീന ഈജിപ്ത് മത്സരത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പല മാധ്യമങ്ങളിലും വലിയ ചർച്ചയാണ് അർജന്റീന ഫിഫയെ വിലക്ക് മേടിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ഫിഫ അർജന്റീനയുടെ കീഴിലാണെന്നുള്ളത്, അല്ലെങ്കിൽ ഫിഫ വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടും മുമ്പ് ഫിഫക്ക് വളരെ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കളികളാണ്. ഒരുപാട് പറയുന്നു ഫിഫ അഴിമതി നിറഞ്ഞതാണെന്ന്, ഒരുപാട് പേര് പറയുന്നു ഫിഫ കാശ് കൊടുത്ത് അർജന്റീനയ്ക്ക് വേണ്ടി വലിയ സ്ക്രിപ്റ്റഡ് ആയിട്ട് കളിയാണെന്ന്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഫിഫ എന്നത് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ലോകത്തെ ഏകദേശം 200 മുകളിലുള്ള രാജ്യങ്ങളുടെ കീഴിൽ വരുന്ന ഒരു സംഘടനയാണ് ഫിഫ എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തിനും ഓരോ വോട്ടവകാശം എന്ന നിലയിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ പോകുന്ന ഒരു സംഘടനയാണ് ഫിഫ. കാരണം ഇപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല മികച്ച കളിക്കാരായ അർജന്റീന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രാൻസ് ആയിക്കോട്ടെ, ബ്രസീൽ ആയിക്കോട്ടെ, ലോകത്തിലെ ഏറ്റവും ഫുട്ബോളുകളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന 5 രാജ്യങ്ങളായിക്കോട്ടെ, ഈ പറയപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം ഒറ്റ വോട്ടവകാശം മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. ചിലർ പറയുകയാണ് ഫിഫയുടെ ഏറ്റവും ടോപ്പ് ക്ലാസ്സിൽ നിൽക്കുന്ന ടീമാണ്, അപ്പോൾ അല്ലെ അവർക്ക് കൂടുതൽ വോട്ടവകാശം വേണം. അങ്ങനെ ഒരു തരത്തിലുള്ള അനീതികേട് അവർ കാണിക്കുന്നില്ല. കാരണം എല്ലാം തുല്യരാണ്. അതായത് ഫിഫ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് ഇതുവരെ കളിച്ചിട്ടില്ലാത്ത രാജ്യത്തിനും ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കപ്പ് കിട്ടിയ ബ്രസീലിനും ഒരേ വോട്ടവകാശത്തിൽ വളരെ ജനാധിപത്യത്തോടും സുതാര്യത്തോടുകൂടി പോകുന്ന ഒരു സംഘടനയാണ് ഫിഫ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേവലം പൈസ കൊടുത്ത് അല്ലെങ്കിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെന്തുവാ സ്വാധീനിച്ച് ഫുട്ബോൾ കളിയിൽ വേൾഡ് കപ്പ് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും നിലവിൽ അവർക്കെതിരെ വന്നിട്ടില്ല, തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ഓരോ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരണം ഉണ്ടെങ്കിലും അങ്ങനെ ഒരിക്കലും ഫിഫക്ക് സാധ്യമാകത്തില്ല. കാരണം അതൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ വരുന്ന ഒരു സംഘടനയാണ്, അല്ലാതെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ രീതിയിലല്ല അതിൻ്റെ ഘടന എന്ന് പറയുന്നത്. കാരണം ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലല്ല അതിൻ്റെ ഭരണഘടന പോലും. കാരണം അതിലെ പ്രസിഡന്റ് ഇപ്പം നിലവിലെ പ്രസിഡന്റായ അദ്ദേഹം 2014 അദ്ദേഹം ഔദ്യോഗികമായി പ്രസിഡന്റ് സ്ഥാനത്ത് കയറുന്നത്. അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ ഇലക്ഷനിൽ ജയിച്ചു, രണ്ടാമത്തെ ഇലക്ഷനിൽ ജയിച്ചു, മൂന്നാമത്തെ ഇലക്ഷനിൽ ജയിച്ചു. അദ്ദേഹത്തിന് ഇനി അടുത്ത കാലാവധി 2028 വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫിഫയുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് 12 വർഷത്തിൽ കൂടുതൽ പ്രസിഡന്റ് ആയിരിക്കാൻ സാധിക്കത്തില്ല. അതായത് ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഫിഫയിൽ മത്സരം നടത്താറുള്ളത്, അതായത് പ്രസിഡന്റ് ഇലക്ഷൻ നടത്താറുള്ളത്. അതിലൊരാൾക്ക് 3 തവണ മാത്രമേ മത്സരിക്കാൻ സാധിക്കൂ, 3 തവണ മാത്രമേ മത്സരിച്ച് ജയിക്കാൻ സാധിക്കൂ. അപ്പോൾ അദ്ദേഹത്തിന് 2014 അദ്ദേഹം ഫിഫ പ്രസിഡന്റായിട്ട് വന്നത്. 2028 അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയും. ഇനി മറ്റു അംഗരാജ്യങ്ങൾ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന് ഒന്നുകൂടെ മത്സരിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നുകൂടെ തീരുമാനിക്കുക. അവർ മുഴുവനായിട്ട് തീരുമാനം എടുത്താൽ പോലും അത് നടക്കത്തില്ല. കാരണം ഫിഫയുടെ ഭരണഘടന അത്രയും സുതാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അർജന്റീന ഫുട്ബോൾ ഏജൻസി അല്ലെങ്കിൽ അർജന്റീനയുടെ ഫുട്ബോൾ ടീം ഇവരെ പൈസ കൊടുത്തു ഇവരെ ഇതിൽ സ്വാധീനിച്ചു എന്ന്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, അർജന്റീനയ്ക്ക് നിലവിൽ വാങ്ങിക്കുന്ന വരുമാനത്തിനേക്കാൾ 50 ഇരട്ടിയോളം വരുമാനമാണ് ഫിഫ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു സംഘടനകൾക്ക് പോലും ഒരിക്കലും ഫിഫയെ സ്വാധീനിക്കാൻ കഴിയില്ല. കാരണം ഫിഫയുടെ ഭരണഘടനയിൽ പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അതിന് രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത്. കാരണം ലോകത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനത്തിന് കീഴിലും ഫിഫയെ വരുത്താൻ അനുവദിക്കത്തില്ല, അങ്ങനെയാണ് അവരുടെ ഭരണഘടന. കാരണം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2022 ഇന്ത്യൻ അസോസിയേഷനെ അവർ പിരിച്ചുവിട്ടു. കാരണം കഴിഞ്ഞ 10 കൊല്ലമായി അല്ലെങ്കിൽ 15 കൊല്ലമായി രാഷ്ട്രീയ സ്വാധീനത്തിലും അതുപോലെ തന്നെ ഒരാൾ തന്നെയാണ് ഇന്ത്യയിലെ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ്. ഇത് ഫിഫ അറിഞ്ഞോടുകൂടി അവർ പിരിച്ചുവിട്ടു. കാരണം അത്രയും അവർ ജനാധിപത്യ പ്രക്രിയയും അത്രയും രാഷ്ട്രീയ സ്വാധീനമില്ലാതെ വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധ അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ പണം കൊടുത്തോ അതിനെ ഒരിക്കലും സ്വാധീനിക്കാൻ സാധിക്കത്തില്ല. അത് മാത്രമല്ല പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത് പല വിഷയങ്ങളിൽ പല അഴിമതി. കാരണം ഫിഫ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വരുമാനം ലഭിക്കുന്നതാണ്, ബ്രോഡ്കാസ്റ്റിംഗ്, മറ്റു പരസ്യ വരുമാനങ്ങൾ, അങ്ങനെ പല രീതിയിൽ ഫിഫക്ക് നല്ല വരുമാനം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഫിഫയിലെ പല അംഗങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്, പല അഴിമതികൾ നടന്നിട്ടുമുണ്ട്. എന്ന് കരുതി ഒരു രാജ്യത്തിൻ്റെ വിലക്ക് വാങ്ങി അവരെ വേൾഡ് കപ്പ് എത്തിക്കുന്ന രീതിയിൽ ഒരിക്കലും ഫിഫക്ക് സാധ്യമല്ല. ഇത് 2022 മുതൽ എല്ലാവരും പറയാൻ തുടങ്ങിയതാണ്. 2022 കഴിഞ്ഞിട്ട് ഏകദേശം 4 കൊല്ലമായി. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആരോപണങ്ങളോ അല്ലെങ്കിൽ ഒരു തെളിവുകളോ ഒന്നും നിലവിൽ ലഭിച്ചിട്ടുമില്ല. അത് മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ടീമുകൾ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി തോറ്റു കൊടുക്കാൻ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാകണമെന്ന്? കാരണം ഇത് കേവലം ഒരു ആരോപണം മാത്രമാണ്. ഒരു ടീമിനോട് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരായിട്ടുള്ളൊരു ആരോപണം മാത്രമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫിഫ പോലുള്ള സംഘടന അഴിമതിക്ക് കീഴിൽ നിൽക്കുന്നുണ്ടോ, അതോ ഒരു ടീമിന് വേണ്ടി തന്നെ അവർ സ്ക്രിപ്റ്റായിട്ടുള്ള വേൾഡ് കപ്പാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.